എല്ലാവർക്കും നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിലൊന്ന് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്താണ് എങ്കിൽ മറ്റൊന്ന് കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് 2017 ശബരിമലയിലെ കൊടിമരം മാറ്റാനായിട്ട് ഗൂഢമായിട്ടുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു വാദവും നമ്മൾ കേട്ടു. ഇത് ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ പൊളിറ്റിക്കൽ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ CPMൻ്റെ ഭാഗത്തു നിന്നുമാണ് നമ്മൾ പ്രധാനമായിട്ടും കേട്ടത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിസ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ട് വരേണ്ടിയിരുന്നത് തന്ത്രി, അന്നുണ്ടായിരുന്ന ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അന്ന് ഈ ദേവസ്വത്തിൻ്റെ ഭരണം കോൺഗ്രസ്സിനായിരുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കൂടി അറസ്റ്റ് ചെയ്യുക, അവരെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു ഈ ഒരു ആരോപണത്തിൻ്റെ പിന്നിൽ എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ വന്നിരുന്നതാണ്. ശ്രീ അജയ് തറയിൽ എന്ന കോൺഗ്രസ് നേതാവ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കുടുങ്ങുമെന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, കോൺഗ്രസിലെ സ്വർണം കട്ടവരാരപ്പ എന്നൊക്കെ CPMന് നേരെ മാത്രമായിട്ട് അധിക്ഷേപം ചൊരിയാനായിട്ട് കഴിയില്ല എന്നൊക്കെയാണ് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടാകും, ഈ പഴയ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി അകാരണമായിട്ട് അനാവശ്യമായിട്ട് കൈയടക്കി, അത് ഒരു മോഷണമായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള നറേറ്റീവ് വരെ നമ്മളിവിടെ കേട്ടതാണ്. SIT പിന്നീട് തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്തിട്ട് ആ വാജിവാഹനം കസ്റ്റഡിയിലെടുത്തു. അതിന് ഒരു കേസും അതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമായിരുന്നു ഇത് എന്ന് കേരള ഹൈക്കോടതിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. അന്വേഷിക്കേണ്ടതായിട്ടുള്ളതോ നടപടിയെടുക്കേണ്ടതായിട്ടുള്ളതോ ആയ ഒരു കാര്യവും ഈ 2017 കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് കേരള ഹൈക്കോടതി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ തന്ത്രിയെയും അന്നുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതിയെയും കുറ്റപ്പെടുത്തുക, അവരെ കൂടി വെട്ടിലാക്കുക എന്നുള്ള ഒരു ഗൂഢമായിട്ടുള്ള ഉദ്ദേശം ഇതിന് രാഷ്ട്രീയ ലാക്കായിട്ട് പിന്നിലുണ്ടായിരുന്നു എന്ന് ന്യായമായിട്ടും സംശയിക്കാവുന്ന കാര്യങ്ങളാണുള്ളത്. തന്നെയുമല്ല, 2017 പഴയ കൊടിമരം അവിടെ നിന്ന് നീക്കം ചെയ്ത് പുതിയ കൊടിമരം അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടന്നതാണ്. അതിന് കോടതിയെ സഹായിച്ചത് അഡ്വക്കേറ്റ് ASP കുറുപ്പ് എന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധയും അംഗീകാരവും കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ആ കാര്യങ്ങൾ അത്രയും നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ അയ്യപ്പസ്വാമിയോടുള്ള അകമഴിഞ്ഞ ഭക്തിയുടെ പേരിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച അഡ്വക്കേറ്റ് ASP കുറുപ്പിനെ പോലും രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകൻ, ശില്പി എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന പല ആൾക്കാരും ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിനെയും അവഹേളിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ആരോപണങ്ങളെല്ലാം അസ്ഥാനത്താണ് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ കണ്ടെത്തലിൽ, അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ. എന്തൊക്കെയാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും ചേർന്നാണ് ഈ ഒരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രൈംസ്, അതിൻ്റെ നമ്പർ പറയുന്നുണ്ട്, റിലേറ്റിംഗ് ടു ദ ദ്വാരപാലകാസ്, the attention of this court was drawn to the preliminary inquiry conducted by the Devaswam Vigilance in connection with the renovation or installation of a new temple flag mast in the year 2017. ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നതിനിടയ്ക്ക് കോടതിയുടെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. 2017 പഴയ കൊടിമരം നീക്കിയതിന് ശേഷം പുതിയ കൊടിമരം അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക്. By order dated 19 February 2026, this court directed an independent vigilance inquiry, and the Director Vigilance and Anti-Corruption Bureau Vikas Bhavan Thiruvananthapuram was directed to conduct a preliminary inquiry to ascertain whether the acts disclosed the commission of cognizable offences. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസം 19 കേരള ഹൈക്കോടതി ഓർഡർ ഇട്ടത് കേരളത്തിലെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, അതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. ഇൻ ടേംസ് ഓഫ് ദ സെഡ് ഡയറക്ഷൻസ്, അതിൻ പ്രകാരം an inquiry was carried out by the Vigilance and Anti-Corruption Bureau, Special Investigation Unit 1, Pujapura, Thiruvananthapuram, and a report has been filed before this court by the Deputy Superintendent of Police in charge of the inquiry. ആ ഉത്തരവാദിത്വം അന്വേഷണത്തിൻ്റെതുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത്. ഹാവിംഗ് ഗോൺ ത്രൂ ദ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന് കോടതിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. We find that a detailed and meticulous inquiry has been carried out by the Vigilance and Anti-Corruption Bureau. വളരെ വിശദമായിട്ടുള്ള കുറ്റമറ്റ ഒരു അന്വേഷണമാണ് ഇവിടെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദ റിപ്പോർട്ട് റിവീൽസ് ദാറ്റ് ആസ് പെർ ദ ദേവസ്വം മഹസേഴ്സ് ആൻഡ് റെക്കോർഡ്സ്, a total of 412.01 grams of gold was shown as having been received from devotees for the construction of the flag mast at Shabarimala. അതായത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഇതിൻ്റെ രേഖകളും മഹസറുകളും
എല്ലാം തന്നെ പരിശോധിച്ചു. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിലേക്ക് 412.01 ഗ്രാം സ്വർണ്ണമാണ് മൊത്തത്തിൽ ലഭിച്ചിരിക്കുന്നത്. The Vigilance and Anti-Corruption Bureau contacted each of the individuals named therein and found that the cumulative quantity of gold actually donated by them was 300 grams. ഈ സ്വർണം ആരൊക്കെയാണ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ മുഴുവനും വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവരെത്ര സ്വർണ്ണമാണ് അവിടത്തേക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അന്വേഷിച്ചു. കാരണം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പോ വെട്ടിപ്പോ മിസ്മാച്ചോ ഒക്കെ ഉണ്ടോ എന്നുള്ളതായിരുന്നു അവർ പരിശോധിച്ചത്. എന്നാൽ അങ്ങനെ ഭക്തരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന സ്വർണം 300 ഗ്രാമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 412.01 ഗ്രാമാണ് ഈ സ്വർണ്ണ കൊടിമരത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയത്. എന്നാൽ അതിൽ 300 ഗ്രാം മാത്രമാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, തെളിവുണ്ട്. ആൾക്കാരോട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇനി ബാക്കി ഭാഗം ഇങ്ങനെയാണ്. On the basis of the preliminary inquiry and the documentary as well as oral evidence collected, it has been concluded that there is no material to suggest any criminal misappropriation or criminal breach of trust in respect of the gold donated by devotees for the flag mast installation process at Shabarimala during the year 2017. ദേവസ്വം ബോർഡിൽ നിന്ന് ഡോക്യുമെൻ്ററി എവിഡൻസ് ശേഖരിച്ചിട്ടുണ്ട്. അതാണ് ഈ മഹസർ, രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഓറൽ എവിഡൻസ് ഉണ്ട്. അവിടേക്ക് സ്വർണം ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ എല്ലാം നേരിട്ട് വിജിലൻസ് കണ്ട് അവരോടെല്ലാം തന്നെ അവരെത്ര സ്വർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്, അവർക്ക് പരാതിയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു. അങ്ങനെ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ, ഓറൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, അവിടെ സ്വർണ്ണ തട്ടിപ്പ് നടന്നതായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ വഞ്ചന, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അവിടെ നടന്നതായിട്ടോ ഒരു തരത്തിലുള്ള രേഖകളും തെളിവുകളും ഇല്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. We have carefully considered the report and the conclusions arrived at by the Vigilance and Anti-Corruption Bureau. അങ്ങനെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധാപൂർവം അതിനെ പഠിച്ചു. അതിനുശേഷം അവരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Having regard to the above, അത് പരിഗണിച്ചതിന് ശേഷം ആൻഡ് ബീയിങ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മാനർ ഇൻ വിച്ച് ദി എൻക്വയറി ഹാസ് ബീൻ കണ്ടക്റ്റഡ്, ആ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഞങ്ങൾക്കുള്ളതുകൊണ്ടും വി ആർ ഇൻക്ലൈൻ ടു അക്സെപ്റ്റ് ദ പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. അതുകൊണ്ട് തന്നെ വിജിലൻസിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ കോടതി പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീഡിങ്സും അവസാനിപ്പിക്കാം എന്ന് ഹൈക്കോടതി ഉത്തരവിടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതിൽ വലിയ സ്വർണ്ണ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തന്ത്രി ഉൾപ്പെടെ, ശബരിമലയിൽ അന്നുണ്ടായിരുന്ന ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് കമ്മീഷണറായിരുന്ന ശ്രീ ASP കുറുപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന തരത്തിലുണ്ടായിരുന്ന, ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലും മറ്റ് സ്പേസുകളിലുമൊക്കെ തന്നെ ഇടതുപക്ഷം ആഘോഷിച്ച ആ ഒരു നറേറ്റീവ് ഇവിടെ ആടാപാടലം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ശ്രീ ASP കുറിപ്പിൻ്റെ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട്, അത് പല റിപ്പോർട്ടുകളുണ്ട്, ഇൻ്ററിം റിപ്പോർട്ട്സ് ഉണ്ട്, ഫൈനൽ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ തന്നെ വായിച്ച് ഞാൻ ചർച്ചകളിലും എൻ്റെ യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നെ വിശദീകരിച്ചിരുന്നതാണ്. അതിൽ അണുവിട സ്വർണം പോലും എങ്ങും നഷ്ടപ്പെടുത്താതെ വളരെ കൃത്യമായിട്ട് അതെങ്ങനെയാണ് ഉപയോഗിച്ചത്, ആരിൽ നിന്നാണ് അത് സ്വീകരിച്ചത്, എന്തായിരുന്നു പ്രൊസീഡിംഗ്, ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ശ്രീ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അന്ന് ഹൈക്കോടതി ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിസ്തുലമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിനോട് നന്ദി പറയുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയുമാണ് ചെയ്തത്. 1 രൂപ പോലും പ്രതിഫലം അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല, അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്രതിഫലം നൽകാനായിട്ട് ഉത്തരവിടുന്നില്ല എന്നാണ് ആ ഒരു ഓർഡറിൽ കോടതി തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെ നിസ്വാർത്ഥമായ സേവനം നടത്തിയിരിക്കുന്ന ആൾക്കാരെ കൂടി കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ പലരും ശ്രമിച്ചത്. ഇതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, സമൂഹത്തിൽ തങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒപ്പീനിയൻ മേക്കേഴ്സാണ് എന്ന രീതിയിലത്തേക്ക് പെരുമാറുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ചില ആൾക്കാർ കൂടി ഇത്തരത്തിലുള്ള പല നറേറ്റീവുകൾക്കും പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. താനൊരു മാധ്യമ പ്രവർത്തകനാണ്, ശബരിമലയുമായി വലിയ ബന്ധമുണ്ട്, ഇവിടുത്തെ റിപ്പോർട്ടിങ്ങിലൊക്കെ തന്നെ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാർ, അവിടെയുള്ള ശില്പങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നയാൾ എന്ന രീതിയിലൊക്കെ പറയുന്ന പല ആൾക്കാരും ഈ തരത്തിലുള്ള ഒരു തിയറിക്ക് ലെജിറ്റിമസി കൊടുക്കുന്നതിനും അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ കുറുപ്പിനെയും തന്ത്രിയെയും ഒക്കെ തന്നെ ഇതിൽ പെടുത്തുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്ന ആൾക്കാരാണ്. അവരുടെ ശ്രമം, അവരുടെ ക്രെഡിബിലിറ്റി, അതെല്ലാം കൂടി അവരുടെ ഗൂഢലക്ഷ്യങ്ങളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കഥ വന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ മുന്നിലെത്തുകയാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. പഴയ കൊടിമരം അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം ആചാരപ്രകാരം, വിശ്വാസപ്രകാരം, പദ്ധതി പ്രകാരം ശബരിമല തന്ത്രിക്ക് അത് കൈമാറിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്.
അതിനെ ചൊല്ലിയാണ് പിന്നീട് വിവാദമുണ്ടാകുന്നതും അത് താൻ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണ് എന്നൊക്കെ തന്ത്രി പറയുന്നതും. എന്നാൽ അത് സ്വീകരിക്കാതെ അവസാനം SIT തന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് ആ വാജിവാഹനം എന്തോ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള തൊണ്ടി കണ്ടെത്തി എന്ന മട്ടിൽ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തത്. ഇതുവരെയും ആ വാജിവാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു കേസില്ല, അതിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പും കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു സമൂഹത്തിന് ഈ രീതിയിലത്തേക്കുള്ള ദുർഗതി ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും തന്ത്രിയെ പെടുത്താൻ നേരത്തെ കള്ളക്കഥ മെനഞ്ഞതുപോലെ തന്നെ തന്ത്രിയെയും അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ ASP കുറുപ്പിനെയും കൂടി പെടുത്തുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിലെ അഴിമതി എന്നുള്ള നുണക്കഥ കൂടി ഇപ്പോൾ പൊളിയുകയാണ്. നമ്മളെല്ലാവരും തന്നെ ഓർക്കുന്നുണ്ടാകും, ശില്പി എന്ന പേരിലൊക്കെ തന്നെ ചർച്ചകളിൽ വന്ന് അഭിപ്രായം പറഞ്ഞിരുന്ന ഒരു വ്യക്തി പറഞ്ഞത് ശബരിമലയിലെ കോൺക്രീറ്റ് കൊടിമരത്തിൽ ചിതലരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നാണ്. അങ്ങനെ ചിതലരിച്ചു എന്നുള്ള ഒരു പരാമർശം ഒരിടത്തും ഉണ്ടായിട്ടില്ല. ദേവപ്രശ്നത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പിന്നീട് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ല. ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന മട്ടിൽ പറയുന്ന പല ആൾക്കാരുമാണ് വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെയും അഡ്വക്കേറ്റ് കമ്മീഷണറെയും ഒക്കെ തന്നെ മോശക്കാരാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അത് കേട്ട് കൈയടിക്കാനും ഹിന്ദു സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും വളരെ കൃത്യമായിട്ട് ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കിയ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്കും ആ റിപ്പോർട്ട് ശ്രദ്ധാപൂർവം പഠിച്ചതിന് ശേഷം ഈ ഒരു കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.